Hello everyone, welcome to QT The Hand Wash Presents Comedy Masters, powered by Amrtaveni Light Kit, co-powered by Rajkumari Group. ഈ കേൾക്കുമ്പോൾ നമുക്ക് ഫുൾ എനർജി വരും. അതോടൊപ്പം തന്നെ പ്രേക്ഷകനും റെഡി ആയിരിക്കും. എന്തിനാ പുതിയൊരു എപ്പിസോഡാണ് ഇനി ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ സ്കിറ്റും ബാറ്ററി സ്കിറ്റുകളും ഒക്കെ റെഡിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെയും കൂടെ സ്വാഗതം ചെയ്യാം. ഹലോ ഹലോ ഹായ് ഹായ്. സോ നിങ്ങൾ രണ്ട് ടീമുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പെർഫോം ചെയ്യാൻ വേണ്ടിയും നമ്മളോടൊപ്പം എൻജോയ് ചെയ്യാനും. കൊല്ലത്ത് നിന്നുമാണ് ഒരു ടീം എത്തിയിരിക്കുന്നത്, നാട്യധ്വനി ആർട്സ് ഫൗണ്ടേഷൻ വിളക്കുടി. എവിടെ എനർജി എവിടെയാണ്? കൊല്ലംകാരൊരു ഹായ് കാണിച്ചേ. ഹായ് മൈക്ക് പറഞ്ഞേ. ഹായ് ഹായ്. ഇന്നത്തെ ട്രിവാൻഡ്രം ടീമിനെ നമുക്ക് പരിചയപ്പെടാം. കളരി ക്ഷേത്ര ട്രിവാൻഡ്രം. ഇവരെന്താണെന്നറിയോ, ആദ്യം മറ്റേ ഇവിടെ പെർഫോമൻസിന്റെ ഒക്കെ ഒരു റെഡി ആയിട്ടുള്ള ഒരു ഇരിപ്പാണ്. ഈ ചിരിച്ച് വേണം നമ്മുടെ ഇവിടെ ഐസ് ഒന്ന് ഉരുക്കിയെടുക്കാൻ. പിന്നെ നിങ്ങൾ നമ്മുടെ സ്വന്തം ആൾക്കാരായി ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ഫുൾ റെഡി. ഈ വിളക്കുടി എന്ന് പറയുന്നത് അത് ഏത് ഭാഗത്താ കൊല്ലത്ത്? കൊട്ടാരക്കര പുനലൂര് പോകുന്നതിന് ഇടയ്ക്കായിട്ട് വരുന്ന സ്ഥലം. അഡ്രസ് പറഞ്ഞു കൊടുക്കല്ലേ, നാളെ രാവിലെ ചേട്ടൻ അവിടെ ഉണ്ട്. ചേച്ചി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോമഡി മാസ്റ്റേഴ്സ് സ്കിറ്റും ആണ്. ചേച്ചി നമ്മുടെ ആൾക്കാരെ നമ്മുടെ ടീമിനെ ഇറക്കൂ. അതെ, ഇതാ വരുന്നു. ആദ്യം തന്നെ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ടീം പെർഫോമൻസ്. എല്ലിമുളങ്കാടുകളിൽ ലല്ലലലം പാടി വരും ജന്നലേ ജന്നലേ. ജന്നലല്ലല്ലോ, പന്നലാണ്. മിന്നലാണ്. ആ മിന്നലായിരിക്കും. അതല്ലേ കാട്ടിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരണത്. മിന്നലായിരിക്കും. എല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും മിന്നലേ. മിന്നലേ ആണോ? പാട്ടും വേണ്ട, ഒന്നും വേണ്ട. പാട്ടില്ലായിരുന്ന കുഴപ്പമില്ലല്ലോ. അച്ഛാ, അവളെ വന്നില്ലേ? തവള വരാതെന്താ അമ്പലക്കുളോ? തവള വന്നില്ലേന്നല്ല, അവൾ എന്റെ ഭാര്യ സൗമ്യ വന്നില്ലേന്ന്. അവള് വരാറാവുന്നല്ലേ ഉള്ളൂ. ആണോ? അമ്മ എന്തി? അമ്മ വസന്തേ വസന്തേ. കൊറേ നേരമായി വന്നിട്ട്. അയ്യോ അമ്മ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ചൂടുവെള്ളം എടുക്കട്ടാ? കളഞ്ഞില്ലേ? 10-15 വർഷമായടാ, ഇപ്പഴും ചൂടുവെള്ളം പിടിച്ചോണ്ടിരിക്കുവാണ്. അത് എന്താന്ന് അറിഞ്ഞൂടാ. ഈ വേഷത്തിൽ വന്നാലേ അപ്പൊ ചൂടുവെള്ളം ചോദിക്കും. ആണ് കുഴപ്പം. ചൂടുവെള്ളം എടുക്കട്ടാ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നേരത്തെ വന്ന എന്ത് നീ? അയ്യോ അമ്മ, അച്ഛ ഇന്നൊരു സന്തോഷ ദിവസമല്ലേ? എന്താ മക്കളെ? സൗമ്യക്ക് ജോലി കിട്ടിട്ട് ഇന്നേക്ക് 1 മാസം തികയ. ഇന്ന് അവക്ക് ശമ്പളം കിട്ടുന്ന ദിവസമാ. അവളെന്റെ അടുത്ത് പറഞ്ഞ് ശമ്പളം കിട്ടുന്ന പറഞ്ഞ എന്റെ മോളെ പറഞ്ഞ കാര്യം അവള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കിട്ടുന്ന ദിവസം ശമ്പളം മുഴുവൻ കൊണ്ടുവന്ന് മൊത്തമായിട്ട് എന്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് വെച്ച് തരാം. കണ്ട് പഠിക്ക്. ഇങ്ങനെയുള്ള കുട്ടികളാണ് കുമ്പിടികൾ. കുമ്പിടികളാ? മിൻമിനിയാ? മിൻമിനിയാ? അയ്യോ കുടുംബിനി. എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു സർക്കാർ ജോലി കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇതുപോലൊരു സർക്കാർ ജോലി നിനക്ക് കിട്ടണമെങ്കിൽ നീ സർക്കാർ സ്കൂളിൽ പോയി പഠിക്കണം. അല്ലാതെ ഉപ്പാവ് തിന്നാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവരെ കടല വറക്കാൻ പോയതാ? അല്ല, ഞാൻ കപ്പലണ്ടി വറക്കാൻ പോയത്. എന്താണ് നിങ്ങൾ അവിടെ പോയത്? അമ്മ വഴക്കുണ്ടാക്കല്ലേ? എന്താ പറഞ്ഞേ? വഴക്കുണ്ടാക്കല്ലേ? അവൻ പറഞ്ഞ കേട്ടാ, അമ്മയെ വഴക്കുണ്ടാക്കില്ലെന്ന്. അപ്പൊ ഞാനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന്. അങ്ങനെയല്ലേ തുടങ്ങി വെച്ചത്? അമ്മയെ വഴക്കുണ്ടാക്കില്ലെന്ന്. നീ ഞാൻ പറയട്ടെ, എന്നാ പിന്നെ അച്ഛാ വഴക്കുണ്ടാക്കല്ലേ? അതെന്താണ് വർത്തമാനോടെ ഞാനാ വഴക്കുണ്ടാക്കണേ? ദൈവമേ, ഇത് പഠിക്കാൻ പോണ സർക്കാർ ഓഫീസിൽ പോണ കാര്യം പറഞ്ഞപ്പോ അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു ഞാനാ വഴക്കുണ്ടാ. അതല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേന്നാ പറഞ്ഞു. അപ്പൊ നീയല്ലേ വഴക്കുണ്ടാകുന്ന ഇവിടെ? ഞാൻ എന്തോന്ന് ഒരു ശമ്പളം കൊണ്ട് നീയല്ലേ വന്നത് ഇവിടെ? ശമ്പളം കൊണ്ട് ഞാനല്ലല്ലോ, അവളല്ലേ വരാൻ പോകുന്നത്. അവളവിടെ? അതല്ലേ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടുന്ന കാര്യം പറയാൻ പറ്റുമോ? ഇപ്പൊ സംഭവം നിനക്ക് മനസ്സിലായ? നമ്മളാണിപ്പോ സമാധാനം കിടന്നവന്. ഇവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോ ഭാര്യക്ക് ജോലി കിട്ടി, ശമ്പളം വന്നു തുടങ്ങി. അപ്പൊ നമ്മള് ബാധ്യത. അതുകൊണ്ട് നമ്മളെ രണ്ടുപേരെയും 2 വൃദ്ധസദനത്തിലാക്കാനാണ് ഇവന്റെ ഉദ്ദേശം. അതെന്തിനാണ് 2 വൃദ്ധസദനം? അവിടെയെങ്കിലും ഞാൻ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കട്ടെടാ. എന്തൊരു സമാധാനം തരുന്നില്ലെന്ന് ഞാൻ. സമാധാനം തരുന്നില്ലേ? എപ്പോഴെങ്കിലും സമാധാനം തരുന്നില്ല. സമാധാനം തരുന്നില്ലേ? സമാധാനം തരുന്നില്ലേ? സമാധാനം തരുന്നില്ലേ?
ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, വിഷ്വല് കണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്ക് പ്രശാന്തേട്ടാ. സമാധാനം വന്നു. സൗമ്യ വന്നു. ഒരു കാര്യമുണ്ട്, അവളൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കണ്ണടച്ച് നിക്കണം. കണ്ണടച്ച് നിന്നോണ്ടിരുന്നാല് അവളൊരു വലിയ സർപ്രൈസ് ആയിട്ട് വരുന്നു. കണ്ണടച്ചോളണേ. എനിക്ക് കണ്ണാടി ഊരിയാ മതി. കേറി പോരും മോളെ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പ്രശാന്തേട്ടാ, എവിടെ ഇവിടെ ഉണ്ട്. കൈ നീട്ടിക്കേ. നീട്ടി. കണ്ണു തുറക്കരുത്. ഇല്ല. അയ്യോ, ഓ എന്താ മോളെ. സൗമ്യല്ലേ? സൗമ്യാണ്. എന്തുപറ്റി? നിനക്കെന്താടി വല്ലാത്തൊരു മാറ്റം? മാറ്റേ പ്രശാന്തേട്ടാ, എന്റെ ആ ചുരുണ്ട മുടിയില്ലേ, ഞാനത് നിവർത്തി സ്ട്രെയിറ്റ് ആക്കി. എങ്ങനെയുണ്ട്? ആരോട് ചോദിച്ചിട്ട്? നീ ആരോട് ചോദിച്ചിട്ടാ ഡിസൈഡ് ചെയ്തത്? അല്ല, എന്നോട് ചോദിച്ചോ? ചോദിച്ചില്ല. എന്നോട് ഒരു അനുവാദം വാങ്ങിയോ? ഇല്ല. ഇവന് നിനക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ളതാണോ? അല്ല, എനിക്കൊരു ആഗ്രഹം വന്നപ്പോ ഞാൻ ചെയ്തു പോയതാ പ്രശാന്തേട്ടാ. ആഗ്രഹം അമ്മേ കാണിച്ചു വെച്ചിരിക്കുന്ന നാട്ടില് നല്ല മക്കളെ നോക്കട്ടെ. അമ്പടാ കൊള്ളാം കേട്ടോ. നല്ല സ്ട്രൈറ്റ്. ഇത് എവിടെ ചെയ്ത മക്കളെ? നമ്മുടെ ജംഗ്ഷനോടെ പുതിയ പാർലർ തുടങ്ങിയില്ലേ? അമ്പടാ അടിപൊളി സ്ട്രൈറ്റ് ചെയ്ത് നല്ല അടിപൊളി. അമ്മ ഞാൻ എനിക്ക് എടി നീ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് വേണ്ടി സ്ട്രൈറ്റ് ചെയ്യാൻ. പ്രശാന്തേട്ടൻ എന്തിനാ ആവർത്തനം വരുന്നത്? പ്രശാന്തേട്ടൻ ഡെയിലി ഷേവ് ചെയ്യുന്നുണ്ടല്ലോ, അത് എന്നോട് ചോദിച്ചിട്ടാണോ? അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ. ഇതപ്പോ ഞാൻ സ്ഥിരമായിട്ട് ഇനി ചെയ്യാൻ പോവാ. അത് ശരി. അമ്മ ഇന്ന് ഇവിടെ മുടി സ്ട്രൈറ്റ് ചെയ്ത്, നാളെ ഇവള് ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ബ്രൗണിൽ ചെത്തി പാട്ട് പിടിച്ചു പോതാ, ബാക്കി കാര്യം പറ. ആ പാട്ടിന്റെ പുറകെ പോയി. നാളെ ഇവളെങ്ങാനും ബാഗി ജീൻസ് ഇടണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? അപ്പൊ ഈ ജീൻസ് എന്ത് ചെയ്യും? ജീൻസ് വാങ്ങിച്ചാ? മക്കളെ ജീൻസ് കൊള്ളാക്കട്ടെ. മക്കളെ ജീൻസ് ഇട്ട അടിപൊളിയാണ് കേട്ടോ. മക്കളെ ജീൻസ് വാങ്ങിച്ചൊരു ടോപ്പും വാങ്ങിച്ചു. അടിപൊളി. അത് ശരി. അടിപൊളി. സൂപ്പറായി ജീൻസ് ഇട്ട. അടിപൊളിയായിരിക്കും ജീൻസ് ഇട്ട. പ്രശാന്തേട്ടാ, എന്റെ സാലറിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, അത്രേ ഉള്ളൂ. ഈ പ്രശ്നത്തിന് അങ്ങനെ കണ്ടാ മതി. അത് ശരി. മുടി സ്ട്രൈറ്റ് ചെയ്ത് പോരാഞ്ഞിട്ട് അവള് ബാഗി ജീൻസും മേടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. എടി നിന്റെ ശമ്പളത്തിൽ നിനക്ക് തോന്നിയാസം കാണിക്കാനുള്ളതല്ല. ശമ്പളം കിട്ടി കഴിയുമ്പോ മൊത്തമായിട്ട് എന്റെ കൈ കൊണ്ട് തരണം. ഞാനല്ലേ കുടുംബം നടത്തുന്നത്. ഞാൻ തന്നല്ലോ. അതല്ല, പക്ഷെ അതിന് ഒരു ഉത്തരവാദിത്തം വേണം. എന്നോട് ചോദിക്കണ്ടേ നിങ്ങളെ? പ്രശാന്തേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇനി കുറച്ച് നാൾ ഞാൻ ഇങ്ങനെയായിരിക്കും. ഓളിക്കാണ് നടന്നാ മതി. അമ്മയ്ക്ക് ഒരു സാധനം എന്തിനാ മക്കളെ വാങ്ങിച്ചത്? അമ്പടാ അച്ഛാ. മോനെ പ്രസാദേ, നീ അച്ഛന്റെ അനുഭവം വെച്ചിട്ട് അച്ഛൻ പറയുവാണ്. അതായത് ഭരണം കൈവിട്ട് കളയരുത്. വീടിന്റെ ഭരണം കൈവിട്ട് കഴിഞ്ഞാൽ ഇടി വരെ തള്ളിക്കേറി വരും. അല്ല, ഇടി നടക്കുമെന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു. അതായത് അച്ഛന്റെ അനുഭവം വെച്ച് പറയാണ്, നീ വെറും ഡമ്മി ആകരുത്. ഇന്നവൾ ജീൻസ് ഇട്ടു, നാളെ അവൾ കടപ്പുറത്തിടുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് വഴി നടന്നാൽ നാട്ടുകാരെന്ത് പറയും? അതുകൊണ്ട് ഈ കുടുംബത്തിൽ നീ പറയുന്നതാകണം ശരി. നിന്റെ അമ്മയുടെ കയ്യിൽ ഭരണം കൊടുത്തിട്ട് പ്രതിപക്ഷത്തിരിക്കാനാണ് ഈ അച്ഛന്റെ വിധി. ആ വിധി നിനക്ക് വരരുത്. നീ ഒരു ഡമ്മി ആകരുത്. അപ്പൊ ഡമ്മി ടു ഡമ്മി. അച്ഛാ, അവളൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ വേണ്ടതിൽ ചോദിച്ചതിന് രണ്ടിലൊരു പരിഹാരം ഉണ്ട്. അവളെ വരച്ച വരയില് നീ നിർത്തണം. കാണിച്ചു തരാം ഞാൻ ഈ കുടുംബത്തോർക്ക വിലയെന്ന്. എന്റെ എന്തോ ഇത് ജംബോ സർക്കസാ? അല്ലടാ, ഇത് പൊയ്ക്കാൽ കുതിര. എന്റെ മോള് വാങ്ങിച്ചോണം ചെരുപ്പാണ്. കൊള്ളാമോ? വസന്തേക്ക് വന്നാണ് 10-65 വയസ്സായി. പറഞ്ഞോട്ട്. അയ്യോ അമ്മേ, അമ്മേ, അത് അമ്മയ്ക്ക് വാങ്ങിച്ച ചെരുപ്പല്ല. അമ്മയ്ക്ക് വാങ്ങിച്ച ചെരുപ്പ് അവിടെ ഉണ്ട്. ഇത് എനിക്ക് വാങ്ങിച്ച ചെരുപ്പ്. അമ്മയ്ക്ക് ഇത് മതി. കണ്ടോ, രണ്ടുപേരും വെളിയിൽ കിടന്നും കുഴപ്പമില്ല. ഇത് കൊള്ളാം. ഇത് കുഴപ്പമില്ല, കൊള്ളാം. നല്ല പൊക്കമുണ്ട്. വസന്തേ ഭാര്യ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ഭർത്താവെന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ്. എന്തിനാണ് എല്ലാം ഉണങ്ങണത് എണ്ണക്കി. ഈ ആട്ടും കാട്ടും എന്തിനാ ഈ കിടന്നുണങ്ങണത്? ആട്ടും കാട്ടോ? അല്ല, ആട്ടും കാട്ടോ അല്ല, പൊട്ടൻ ചാട്ടം. ആട്ടും കാട്ടോ അല്ല, ചാട്ടൻ ചാട്ടായി. ഇവിടെ ഇതാണോ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ ഏതൊരു കുടുംബത്തിലും പുരുഷന്മാർക്കാണ് വിലയുള്ളത്. പുരുഷന്മാർക്കാണ് വില. സ്ത്രീകൾക്കൊരു വിലയില്ലേ? സ്ത്രീകൾക്ക് വിലയില്ല. പുരുഷന്മാരുടെ വില കഴിഞ്ഞിട്ട് മതി സ്ത്രീകളുടെ വില. അതുകൊണ്ട് പുരുഷന്മാർക്കാണ് വില. ഈ വീട്ടിൽ എനിക്കാണ് വില. ഞാനാണ് ഇവിടുത്തെ ഗൃഹനാഥനായി എനിക്കാണ് വില. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാ വിലയുള്ള മനുഷ്യൻ വാ, ഒരു കാര്യം ചോദിക്കട്ടെ. 1 കിലോ ഉരുളക്കിഴങ്ങിന് എത്ര രൂപ വില? 1 കിലോ ഉരുളക്കിഴങ്ങ് പറ അച്ഛൻ പറ. എത്ര രൂപയുടെ 1 കിലോ? അമ്മേ, ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. അച്ഛന്റെ വിലയെ കുറിച്ചല്ലേ പറയേണ്ടത്? അതാണ് ചോദിച്ചത്, കിഴങ്ങിന് എന്ത് വിലയെന്ന്. ആക്കിയതല്ലേ ആയതല്ലേ മനുഷ്യ?
ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ അല്ല. ഒരു കുടുംബത്തിന്റെ തല എന്ന് പറഞ്ഞത് പുരുഷനാണ്. തല, അതായത് തലയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആ തല പുരുഷനാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ തല നിങ്ങൾ എടുത്തോ, കഴുത്ത് ഞങ്ങൾ എടുത്തോളാം. മതി ഞങ്ങൾ കഴുത്ത് ഞങ്ങള് നിങ്ങൾ കഴുത്തോ കയ്യോ കാലോ എന്താ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കഴുത്തായ ഞങ്ങൾ വിചാരിക്കണം ഈ തല എങ്ങോട്ടൊക്കെ തിരിക്കണോ. എന്നാ പിന്നെ കാര്യം ചെയ്യും, തല നിങ്ങൾ അയക്കും, കഴുത്ത് ഞങ്ങൾ ആയിക്കോളാം. അയ്യടാ, ഈ കഴുത്തേ കിടക്കണ താലിയാണ് സത്യം. ഞങ്ങൾ കഴുത്ത് വിട്ടു തരില്ല. കഴുത്ത് മതി. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ അല്ല. അതായത് ഒരു സ്ത്രീ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഒരു പുരുഷൻ വേണം. പുരുഷൻ ഉണ്ടെങ്കിലേ സ്ത്രീക്ക് പൂർണ്ണതയേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറയണെന്ന് പറയുന്നത്. എന്ത് ഞാൻ തെളിയിച്ച് കാണിക്കാം. ഈ ആണുങ്ങൾക്ക് അവൻ എന്നൊക്കെ ഉള്ളതിന് ഇംഗ്ലീഷിൽ എന്തോ പറയുന്നത്? അത് ആണല്ല, ഹി അല്ല. ഈ പെണ്ണുങ്ങൾക്ക് എന്തോ പറയുന്നത്? പെണ്ണുങ്ങൾക്ക് ഷീ. ആ ഷീലൊരു ഹീ ഇല്ലേ? ഇല്ലേ? അതുണ്ട്. അതുപോലെ വുമൺ എന്ന് എഴുതി കഴിഞ്ഞാൽ മാനില്ലേ? ഉണ്ടാ. വുമൻ എന്ന് എഴുതിയാൽ അതിനകത്തൊരു മെന്നില്ലേ? ഇനി പോട്ടെ, ഹീറോയിൻ എന്ന് എഴുതിയാൽ അതിനകത്തൊരു ഹീറോ ഉണ്ടല്ലോ. അയ്യോ, ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഫീമെയിൽ എന്ന് എഴുതിയാൽ ഒരു മെയിൽ ഉണ്ട്. ആ മെയിൽ ഇല്ലാണ്ട് ഫീമെയിൽ ഉണ്ടാകത്തില്ല. നിങ്ങൾ അത്ര വലിയ വാചകം അടിക്കൊന്നും വേണ്ട. ഞങ്ങള് സ്ത്രീകളും അങ്ങ് മുൻപന്തിയിലൊക്കെ തന്നെ. തെളിച്ചേരട്ടെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നല്ലേ പറയുന്നത്? അപ്പൊ ലേഡീസ് ആരാ മുൻപന്തിയില്, സ്ത്രീകള് മുൻപന്തിയില്. പിന്നെ വധു വരന്മാർ. വധു ആദ്യം, വധു എന്ന് പറഞ്ഞാൽ പെണ്ണ്. ഞങ്ങളാണ് ഫസ്റ്റ്. ഞങ്ങള് ഇങ്ങോട്ട് നോക്കിയാണ്. വേറെ കാര്യം പറയാം. അമ്മായി അമ്മ, അമ്മായി അച്ഛൻ എന്നാണ് പറഞ്ഞത്. അല്ല അച്ഛൻ അമ്മായി എന്നാരും പറയാം. അച്ഛൻ അമ്മായി ഒരിടത്തും പറയാറില്ല. അതുകൊണ്ട് അമ്മ തന്നെയാണ് മുന്നിൽ. വേറെ കാര്യം ചോദിക്കട്ടെ, നീ പാച്ചാൻ പോയിട്ടില്ലടാ? നീ സ്കൂളിൽ പാച്ചാൻ പോയിട്ടില്ലേ? അവിടെ എന്താണ് പഠിപ്പിച്ചത്? ആ അമ്മ. അത് കഴിഞ്ഞാണ് അച്ഛൻ പഠിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ. അമ്പടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയായാലും കൊള്ളാം, ഭാര്യ ആയാലും കൊള്ളാം, ഈ പെൺവർഗത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇല്ലാത്ത രണ്ട് സാധനം പെണ്ണുങ്ങൾക്കുണ്ട്. അതല്ലെന്ന്, അതായത് അഹങ്കാരവും ധിക്കാരവും. ഈ രണ്ട് സാധനം നിങ്ങൾ ആണുങ്ങൾക്ക് ഇല്ലേ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അഹങ്കാരൻ അല്ലെങ്കിൽ ധിക്കാരൻ? എപ്പോഴും കേൾക്കുന്നത് എന്തുവാ? അഹങ്കാരി, ധിക്കാരി. അതുകൊണ്ടാ പറഞ്ഞ പെണ്ണുങ്ങൾക്കാണ് ഈ അഹങ്കാരം ധിക്കാരം. അതാണ്. അങ്ങനെയൊന്നും വലിയ വർത്താനൊന്നും പറയണ്ട. ഈ ഞങ്ങളില്ലേ ഈ ആകാശത്തൂടെ പോണ വിമാനം ഇല്ലേ, അതാരാ വർത്തുന്നത്? ആരാ വർത്തുന്നത്? സമ്മതിച്ചു, പെണ്ണുങ്ങളും ഒക്കെ വിമാനം പറത്തുന്നുണ്ട്. പക്ഷെ ഈ വിമാനം കണ്ടുപിടിച്ചതാരാ? റൈറ്റ് സഹോദരന്മാരാ, അല്ലാതെ ലെഫ്റ്റ് സഹോദരിമാരല്ല. എനിക്ക് നിങ്ങളോട് സ്നേഹമായിട്ടൊരു കാര്യമേ പറയാനുള്ളൂ. ഇവിടെ കിടന്ന് തർക്കിച്ചാ നിങ്ങളെ തോറ്റു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോ. എന്താ പറഞ്ഞത്? പാട്ടിന് പോവാൻ. അമ്മേ, വേറൊരു കാര്യമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ പാട്ടുകളും ഞങ്ങൾ പെണ്ണുങ്ങളെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ. എന്തോ പാട്ടുകള് ആണോ? നിന്റെ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. അമ്മ ഇനി അടുത്തൊരു പാട്ട്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ്, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും. സുന്ദരി സുന്ദരി ഒന്നിരിങ്ങി വാ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പെണ്ണുങ്ങൾ. ഒരുപാട് പാട്ടുണ്ട്. സമ്മതിച്ചു. പക്ഷെ ഈ പാട്ടൊക്കെ എഴുതിയിരിക്കുന്നതേ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾ. അതുപോലെ നീ പാട്ട് പാടിയത് താടി വെച്ച് യേശുദാസ, അല്ലാതെ താടിയില്ലാത്ത പെണ്ണുങ്ങളല്ല. ഈ ഗാനഗന്ധർവനേ ഉള്ളു, ഗാനഗന്ധർവി ഇല്ല. ഞങ്ങൾക്ക് വാനമ്പാടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വാനമ്പാടൊന്നുമില്ലല്ലോ. പാട്ടില്ലാന്നൊന്നും പറഞ്ഞ് പറയണ്ട. പുരുഷന്മാർക്ക്. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് വീണ്ടും പറയുന്നു. എന്തായാലും നിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് പരാജയത്തിന്റെ വിഷമം മാറാൻ അകത്ത് പോയി വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് തോറ്റടി. ഇല്ലമ്മേ, തോറ്റില്ല നമ്മള്. ഒരു കാര്യമുണ്ട്, ഈ അമ്പലത്തിൽ പോയി നമ്മൾ എല്ലാ വഴിപാടുകളും ചെയ്യത്തില്ലേ? അമ്പലത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഇല്ലേ, അത് ഏറ്റവും കൂടുതലും ഞങ്ങൾ പെണ്ണുങ്ങളുടെ പേര്. അർച്ചന, ആരാധന, ആരതി, പൂജ, പുഷ്പാഞ്ജലി. പോരെ പോരെ. പക്ഷെ ഈ ചടങ്ങ് മുഴുവൻ നടത്തുന്നതേ ആണൊരുത്തൻ പോറ്റിയാ. എന്താ നീ പറഞ്ഞ? പോറ്റിയാണെന്ന്. പോറ്റി വെള്ളത്തിയ തള്ളയെടുത്ത് പറഞ്ഞ ഇവന്റെ ലക്ഷ്യം എന്താണ്? അമ്മ അങ്ങ് തോക്കണം. സത്യം, നമ്മളങ്ങ് തോറ്റ്. സത്യം, നമ്മൾ തോറ്റല്ല. ഇപ്പൊ സത്യം. പ്രശാന്ത് ഏട്ടൻ പറഞ്ഞതില്ലേ, ഇപ്പൊ അമ്മേനെ തോപ്പിക്കുക ചെയ്തത്, അതാണ് അമ്മ പറഞ്ഞത്. സത്യമാണ്. സത്യം, സത്യം, സത്യം. ആ സത്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സത്യം എന്ന് പറയുന്നത് ആണാണ്. ആണാണ്. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കള്ളികളാണോ? അതുകൊണ്ടല്ല, എല്ലാവരും സത്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഞാൻ പറയുന്നത് സത്യമാണ് എന്നാണ് പറയുന്നത്, അല്ല സത്യം പെണ്ണെന്ന് പറയാറില്ല. ഇവന് പ്രാന്തം കണ്ടാണ് കേട്ടോ ചെറുക്ക ഓരോന്നെ വിളിച്ച് പറയണത്. വസന്തേ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തർക്കിച്ച് തോറ്റ് നാണം കെടണ്ട. എന്തായാലും നാണം കെട്ട് ചമ്മി പ്ലീറ്റടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയാം. അതായത് ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു കഞ്ഞിയാണ്. അതില് അരിയാണ് ഞങ്ങൾ പുരുഷന്മാർ, ഉപ്പാണ് നിങ്ങൾ സ്ത്രീകൾ. അപ്പൊ ഈ ഉപ്പ് അരിയോളം എത്തണമെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കേട്ടാ ആന്തരിക വർത്താനം പറഞ്ഞത്, ആന്തരിക വർത്താനം നിങ്ങൾ പറഞ്ഞത്. നമ്മളതൊരു ഉപ്പ, നിങ്ങൾ അരി, വില കൂടി അരി നിങ്ങള്, നമുക്ക് തായിക്കൂടെ, നമ്മക്കായിക്കൂടെ, നമ്മൾ അരി, നിങ്ങൾ ഉപ്പ്, അത് മതി കേട്ടല്ല. നിങ്ങൾ എന്താണ് ഉപ്പ്, ഉപ്പ്, പെണ്ണുങ്ങള് അരി, അരി, അരി മതി, നമ്മളരി, അരി. അമ്മേ ദേ, എന്നെ ചൊല്ലിട്ട് ഈ വീട്ടിൽ ഒരു വഴക്ക് വേണ്ട. വേണ്ടെങ്കിൽ ഈ മുടി പഴയ പോലെ ചുരുട്ടിക്കൊണ്ട് വരണം. ശരി, ശരി. എനിക്ക് ചുരുണ്ട ഭാര്യ മതി. ശരി, പ്രശാന്തേ, എന്റെ ഈ മുടി ചുരുണ്ട മുടിയുള്ള ഭാര്യ മതി. ഓക്കെ, എന്റെ ഈ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയതാണല്ലോ ഈ വീട്ടിലെ പ്രശ്നം. ആ ഞാൻ മുടി ചുരുട്ടിക്കോളാം അമ്മേ. ഞാൻ മുടി ചുരുട്ടിക്കോളാം. മക്കളെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ തോറ്റു. തോക്കട്ടെ അമ്മേ, നമ്മൾ തോക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും ആൾക്കാരൊക്കെ ഇത് കണ്ടല്ല, എല്ലാവരും തിരിച്ചല്ല. ഞാൻ ഒരു കാര്യം പറയാണ്. അമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഒരാളുണ്ട്. തോരിക്കണം. അമ്മയ്ക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും പരിഹരിക്കാനായിട്ട് ഒരു പ്രസിഡന്റ് അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റ് ചോദിക്കുകയാണ്, തലമുടി സ്ട്രെയിറ്റ് ചെയ്ത് ശരിയോ തെറ്റോ? അല്ല ചേച്ചി, ഇപ്പൊ എന്നോടൊരു വാക്ക് ചോദിക്കാറില്ല. ഒരു അനുവാദം മേടിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാനൊന്നും പറയത്തില്ലായിരുന്നു. ഇത് മോശമായി പോയില്ല. അല്ല പറയട്ടെ. അല്ല ഞാനേ ഇപ്പൊ ഇത്രേ കുറെ കാര്യങ്ങൾ കണ്ടുല്ലോ, കുറെ പ്രശ്നങ്ങളുണ്ട്. മുടി സ്ട്രേറ്റ് ആവോ ചുള്ളോ അതല്ല പ്രശ്നം. പിന്നെ നിങ്ങൾ ആണുങ്ങളുടെ ഈ ചിന്താഗതിയില്ലേ, അത് സ്ട്രേറ്റ് ആവണം. മനസ്സിന്റെ ഫീലിംഗ് സ്ട്രേറ്റ് ആവണം. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, അത് സ്ട്രേറ്റ് ആവണം. ബേസിക്കലി നിങ്ങളാണ് ഇങ്ങനെ, നമ്മളാണ് ഇങ്ങനെ. മനസ്സിലായ? ഒരുപാട് സന്തോഷം ചേച്ചി. വിലയേറിയ വാക്കുകൾ, അടിപൊളി വാക്കുകൾ. അതുകൊണ്ടല്ലേ ഞാൻ പ്രസിഡന്റ്. അതാണ് അമ്മയുടെ പ്രസിഡന്റ് എന്നും അങ്ങ് ഇരിക്കട്ടെ. അമ്മടാ പറഞ്ഞ കേട്ടല്ല, നിന്റെ മനസ്സാണ് സ്ട്രൈറ്റ് ആക്കേണ്ടത്. അങ്ങനെ സ്ട്രൈറ്റ് ആയില്ലെങ്കിൽ ഉണ്ടല്ല, ഇങ്ങോട്ട് നോക്ക്, ഇതുപോലത്തെ പെണ്ണുങ്ങള് നിങ്ങളെ സ്ട്രൈറ്റ് ആക്കും. നിങ്ങൾ അങ്ങ് തേക്കൊന്ന് സ്ട്രൈറ്റ് മതി. കൊള്ളാവോ ഇത്? നല്ല ഭംഗിയുണ്ട്. കൊള്ളാല്ലേ? സ്ട്രൈറ്റ് ചെയ്ത് കൊള്ളാല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ തലമുടി എപ്പോഴാണ് സ്ട്രൈറ്റ് ചെയ്യാൻ പോകേണ്ടത്? വസന്തേ, എന്റെ മുടി സ്ട്രൈറ്റ് ചെയ്താൽ പറ്റൂലേ? ഈ 30 രൂപയുടെ തിരിപ്പ് എന്തിനടി സ്ട്രൈറ്റ് ചെയ്യണത്? അമ്പടാ അമ്പടാ. അടിപൊളി, സൂപ്പർ. Cutie the hand wash presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajkumari Group. അപ്പോ മരിക്കാൻ തയ്യാറായിക്കോളൂ. എന്താ തിരിച്ചു മരിക്കാന്നാണ് ഉദ്ദേശിച്ചത്? പറയുമ്പോ കുറെ കട്ടായി പോകും. മരിക്കാൻ തയ്യാറായിക്കോളൂ. സൈലന്റ് കില്ലേഴ്സ് ആണ് വരുന്നത്. അപ്പൊ സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം that is കൃഷ്ണരാജ് ആൻഡ് ആരിഫ്. ശുഭം. അപ്പൊ ചേച്ചി സൈലന്റ് ആയിട്ട് ബാറ്ററി ഓൺ ആക്കിക്കോ. ബാറ്ററി ഓൺ. എന്നാ ഉറക്കെ ചിരിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ. യെസ്. അപ്പങ്കളമ്പാടും മുറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായ. മരുമോന്റെ കായ കാലയും കൂലിയൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു ദേഷ്യം വന്നപ്പോ അമ്മായി എടുത്ത് ചുട്ട് കളഞ്ഞത്. അല്ലാണ്ട് ആ ചെറുക്കന്റെ അതേ അവസ്ഥയാണ് ഇപ്പൊ എനിക്കും വന്നോണ്ടിരിക്കുന്നത്. എങ്ങനെ വരാതിരിക്കും? ദാ ഈ നുണയൻ സെൽവന്റെ കടയുടെ ഫ്രണ്ടിലല്ലേ ഞാൻ ഓട്ടോ ഇട്ടേക്കണത്. ഇങ്ങനെ കുറിച്ച് അറിയൂ? അയ്യോ, ഇതുപോലെ നുണയോ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഈ പഞ്ചായത്തിൽ കാണൂല. ഈ ബോൺ ടാലന്റ് എന്നൊക്കെ പറയൂലേ, അതാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ പേര് പറഞ്ഞല്ല, ഇപ്പൊ എൻട്രി വരും. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മാനല്ല കണ്ടല്ല. മഷിക്കറുപ്പാൽ മിഴി എഴുതും മീനല്ല, മാനുമല്ല മീനുമല്ല, പൂനിലാവല്ല. ഇത് മൂന്നുമല്ല. പിന്നെ ആരുടെ രാത്രി ശാന്തര വീട്ടിൽ കയറി? എന്റെ അണ്ണാ, അത് അവരുടെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ വരണത്. ഭർത്താവായിരുന്നു? ഓ, ഞാൻ കരുതി ഏതോ മാൻകിടാവായിരിക്കും. നിനക്ക് ഓട്ടമൊന്നും ഇല്ലയോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി 10 റൗണ്ട് ഓടിയാതിയാ. എന്താ നീ ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറയണം? ഇന്നാള് നടന്ന കേസൊക്കെ മറന്നുപോയാ? എന്ത്? യോ, മുട്ടി നിന്നപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് പെടുക്കാൻ പോണോ. അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞ മോനെ ആ പ്ലാവിന്റെ മൂട്ടിലോട്ട് പോന്ന്.
ഞാൻ അവിടെ പോയി ഊരിയിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആൾക്കാരെ അത്രയും ഓടിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറയാണ് ഷിജു നഗ്നതാ പ്രദർശനം നടത്തണം. അയ്യോ, ഞാൻ മൂത്രം പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓടി തള്ളിക്കളഞ്ഞു. അതൊക്കെ എന്റെ ഒരു എന്റർടൈൻമെന്റ് അല്ലയോടാ. അതല്ല, വേഷ കിട്ടുമ്പോ മാറിക്കോളൂ. എനിക്കെന്തോടാ കുഴപ്പം? എന്ത് കുഴപ്പമെന്നാ? നിങ്ങൾക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഭാര്യ ബാങ്കിലാണ് ജോലി ചെയ്യണത്. 4 മണിയാകുമ്പോ ജോലി കഴിയും. പക്ഷേ അവരവിടെ റിക്വസ്റ്റ് എഴുതി കൊടുത്ത് അതേ ബാങ്കിൽ തന്നെ രാത്രി സെക്യൂരിറ്റി പണിക്കും പൊയ്ക്കൊണ്ടിരിക്കും. എന്താണ് കാരണം? ഇങ്ങനെ കൊതിയും നുണയും കേൾക്കായിരിക്കും. ഞാൻ എന്റെ കണ്ണി കാണുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഇപ്പൊ തന്നെ ആ ദിവാകരന്റെ മോള് കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു 10-15 പിള്ളേരുമായിട്ട് ആ കുമളി ചെന്നിരിക്കുന്നു. എന്നിട്ട് ലവ് ലെറ്റർ എഴുതി കളി. ഏത് ദിവസം? കഴിഞ്ഞ വ്യാഴാഴ്ച. അണ്ണാ, അവര് PSC ടെസ്റ്റിന് പോയി. PSC ടെസ്റ്റോ എന്ത് ടെസ്റ്റോ, അവസാനം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തായിരുന്നാ മതി. അണ്ണന്റെ നാക്കൊന്ന് എനിക്ക് തരൂ. എന്തിന്? ഇതായി സൈലൻസറിലിട്ടെ ഉരച്ച് കളയാൻ വേണ്ടി. ദീപു വിളിക്കുന്നല്ലോടാ. ആ ദീപു പറവനെ, ശർക്കര 5 കിലോ എടുത്തോക്കാം. എടാ, ആ ദീപുവിന് ഷുഗർ അല്ലയോടാ? ഷുഗറാണ്. അവന്റെ പെണ്ണും പിള്ളേക്കും ഷുഗർ. ഇവർക്ക് എന്തിനാ ശർക്കര? അവർക്ക് ഇച്ചിരി പായസം വെക്കണമെന്ന് തോന്നിക്കാണും. തൊട്ടപ്പുറത്തെ വീട്ടിലെ ലതിക ഇന്നലെ അടയും മേടിച്ചോണ്ട് പോയി. എന്തെങ്കിലും പായസം പോയി കൊണ്ടോ? നിനക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പ് കേട്ടാ. എനിക്കെന്തിനാണ് അണ്ടിപ്പരിപ്പ്? മൊത്തം ഒരു അടപ്രഥമനാക്കാം. എന്നെ വെച്ച് അടപ്രഥമ നിങ്ങൾ ഉണ്ടാക്കല്ലേ. ഈ പായസമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. ഇയാൾ എന്തോന്ന് ഒരുമാതിരി. എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. നിനക്ക് 2 പിള്ളേരില്ലോടാ? പിള്ളേരാ? അയ്യോ, നിന്റെ അച്ഛനായിരുന്നു. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാ. പിന്നെ നിന്റെ അച്ഛന് ഞാൻ ഇന്നലെ വഴി കൂടെ വരുമ്പോഴേ നിന്റെ അച്ഛനാ നളിനിയൊക്കെയുടെ കാലിങ്ങനെ തടവുന്നുണ്ടല്ലോടാ. എന്റെ അച്ഛനാ? ഓ, അയ്യോ, ഈ വയസ്സാങ്കാലത്ത് ഈ കിളവൻ ഇത് എന്തിന്റെ ഇതൊക്കെ എടുത്ത്? നളിനി അക്കനാ? ഈ നളിനി എന്ന് പറയണ എന്റെ അമ്മയല്ലേ? ഓ, നിന്റെ അമ്മ. പിന്നെ എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ കാലിലല്ലാതെ വേറെ ആരെങ്കിലും കാല് പിടിച്ച് തടവോ? അതല്ലേ ഞാൻ പറഞ്ഞോളൂ. അണ്ണാ, എന്തെങ്കിലും പറയുമ്പോ അത് മീറ്ററിൽ പറയണം. ഈ മീറ്റർ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായ? എന്റെ മീറ്റർ ഇതാണ്. അതാണ് എനിക്കൊരു സുഖം. ഇച്ചിരി അവലിന്റെ ഗുളി വാങ്ങിച്ച് കഴിച്ചായി മാറിക്കോളൂ. അത് ചൊറിച്ചിലുള്ളോ ഇല്ലടാ? അതുകൊണ്ടാണ് ആ ഗുളി വാങ്ങിച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞത്. അണ്ണാ, നിങ്ങളെ കുറിച്ച് ഈ നാട്ടിൽ പൊതുവായിട്ടൊരു അഭിപ്രായമുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കലിഗിലിന്റെ അവിടെ നുണ പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു 10 അമ്മമാരെ ഇങ്ങനെ എടുക്കണം. കുടുംബശ്രീയിൽ വാ തുറന്ന അപവാദം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിരിക്കണം ഒരു 10 ചേച്ചിമാരെയും കൂടെ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഒരു മിക്സിക്കകത്തിടണം. എന്നിട്ട് ഇങ്ങനെ അടിക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കണം. അപ്പം നമുക്കൊരു സാധനം കിട്ടും. അതാണ് നിങ്ങൾ. നീ വലിയ തള്ളം തള്ളണം കേട്ടോ. വലിയ തള്ളം തള്ളണം. നിന്റെ കല്യാണമൊന്നും ആയില്ലൂടാ? ആണാ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം പോയി കണ്ട്. മറ്റേ മേലേത്തെ മുരളിയണ്ണന്റെ മോള്. മുരളിയണ്ണന്റെ മോള് എന്നാ കിണിക്കണത്? അത് മേലത്തെ മുരളിയണ്ണന്റെ മോളൊന്നും അല്ല, അത് വിജയന്റെ മോളാ. അണ്ണാ, മുരളിയണ്ണന്റെ മോള്. അത് നിന്റെ അന്ധവിശ്വാസം. താഴത്തെ വിജയന്റെ മോളാ. അണ്ണാ, ഈ വിജയനെ നിങ്ങൾ പറയണേന്ന് പറഞ്ഞാ ആ ചെവി കുറച്ച് പിന്നോട്ടുള്ള. അവന്റെ ചെവി മാത്രമേ ഉള്ളൂ പിന്നോട്ട്, ബാക്കി എല്ലാം മുന്നോട്ട്. ആളുകളെ കുറിച്ച് അവാദം പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഞാൻ തെളിയിക്കണോ? തെളിയിക്കണം. ഈ മുരളി കറുത്തിരിക്കല്ലയോ? അവന്റെ പെണ്ണുമ്പിള കറുത്തിരിക്കല്ലയോ? അവന്റെ മോളോ വെളുത്തിട്ട്? വിജയനോ? അതും വെളുത്തിട്ട്. എവിടെ കണ്ടന്റ് വന്നത്? നിങ്ങൾ മറ്റേ തേമായും കുമ്പത്ത് സിനിമ കണ്ടിട്ടുണ്ടോ? അത് ഇതുമായിട്ട് എന്ത് ബന്ധം? ഞാൻ തെളിയിച്ചു തരാം. വെറ്റിലേത് കളർ? പച്ച. ചുണ്ണാമ്പ? അത് വെള്ള. അടയ്ക്ക ഒരു ബ്രൗൺ കളർ. പുകയില കറുപ്പ്. ഇതെല്ലാം കൂടെ ചേർത്താണല്ലോ നമ്മള് വായിലിട്ട് ചവയ്ക്കണത്. തുപ്പമ്പ ഏത് കളർ വരണം? ചുവപ്പ്. അതാണ്. ഇത് ഈ പുകയിലല്ലേ, കറുപ്പല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് മുരളിയാക്കാം. ഈ വെറ്റിലയും ഈ ചുണ്ണാമ്പും ഈ പാക്കും ഒക്കെ ആരുടെ? എന്റെ അച്ഛനോ? മുരളി എന്റെ അനിയനാണോ? എന്റെ പൊന്നണ്ണ, സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെ അവാദം പറഞ്ഞുണ്ടാക്കല്ലേ. ഇത് എന്തോന്ന് മനുഷ്യ ഇത്. അയ്യേ, ഒരു കേസ് വിട്ടുപോയി. അണ്ണാ, പിന്നെ 1000 രൂപ ഇങ്ങെടുത്താണ്. 1000 രൂപ? ഓ, അടുത്ത ആഴ്ച തരാം. തരുവോടെ? അണ്ണന്റെ പൈസ ഞാൻ എന്തായാലും തരും. ഇല്ലെങ്കിൽ ഞാൻ ഗർഭിണിയെന്ന് പറഞ്ഞ് ഈ നാട് മൊത്തവും പറഞ്ഞുണ്ടായിക്കളയാ. എന്തിനേ കാര്യം? അണ്ണാ, അടുത്ത ആഴ്ചയിലാണ് മറ്റേ ശശാങ്കന്റെ മോന്റെ കല്യാണം. നിങ്ങളെ വിളിച്ചില്ലേ? ഇല്ലടാ. എങ്ങനെ വിളിക്കും? ഈ സ്വഭാവം കാരണം. നിങ്ങൾക്ക് പറഞ്ഞറിയൂന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ ആറ്റിന്റെ അപ്പുറവും മറ്റേ എന്തോന്ന് സുഭാഷിന്റെ മോളാണ്. സുഭാഷിന്റെ മോള് സുമിയ?
ആ അറിയൂ. ആരാ വിളിക്കുന്നത്? ശശാങ്കന. ശശാങ്ക ചെലവനാണ്. ആ നല്ല കാര്യടാ, നല്ല കാര്യം. പിന്നെ നീ എന്നെ കല്യാണം വിളിച്ചാൽ അത് പോട്ട്, കുഴപ്പമില്ല. നിന്റെ മനസ്സിയാ സമ്മതിച്ചു കേട്ടോ. ഇത്രയും പേരുദോഷമുള്ള ഒരു പെണ്ണിനെ നീ വീട്ടിലോട്ട് കൊണ്ടുവരും. ആ പെണ്ണും ചെറുക്കനോടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ നാട്ടുകാർ അതും ഇതൊക്കെ പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. വിട്ടേ വെക്കടാ. ആ എന്നെ കല്യാണം ഇപ്പൊ മുടങ്ങിയില്ലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാ? ഒരു പാവം പിടിച്ച പെങ്കൊച്ചല്ലാണ് ആ സുമി എന്ന് പറയണ. ഇന്ന് വരെ ഒരു ചെറുക്കന്റെ മുഖത്ത് നോക്കണ ഞാൻ കണ്ടിട്ടില്ല. ആ കൊച്ചിനെ കുറിച്ച് അപവാദം പറഞ്ഞ് അവളെ കല്യാണം മുടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നാ? ഇതിന് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടണത്? ഈ സുമിയെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിരുന്നു? ഇല്ല. ആ സുമിയുടെ പുറമെ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നടക്കുന്ന ഈ പഞ്ചായത്തിലെ തന്നെ ഞരമ്പൻ കുട്ടികളിന് പോലും വിഷമം ഉണ്ടായില്ല. എന്നിട്ട് ഇവന് മാത്രം ഇത്ര വിഷമം. അപ്പൊ ഇവനും ആ സുമിയായിട്ട് എന്തോ ഒരു അടപ്രഥമനില്ലേ? ഞാൻ പോവേണോ? അയ്യോ എവിടെ സുമിയുടെ വീട്ടിലോട്ടോ? അയ്യോ ഇയാള് നേരെ ചൊവ്വ ഉണ്ടായ സൃഷ്ടിയൊന്നുമല്ല. ഇത് കുളത്തിൽ മുട്ടയിട്ട് വിരിയിപ്പിച്ചേട്ടാ. ഞാനില്ല പോണ. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞു നീ വിഷമിക്കാടേ. ഇങ്ങനൊക്കെയാണോ? പോട്ടെ, മുരളിയുടെ മോളായിട്ടുള്ള കല്യാണം മുടങ്ങിയിട്ട് വേറൊന്നും കിട്ടിയില്ലൂടെ? വേറെ കല്യാണം ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെടാ? ഈ ഏരിയയിലെ പെണ്ണുങ്ങളൊന്നും നോക്കല്ലേ, എല്ലാ പ്രശ്നങ്ങളാണ് പൊന്നുപോനെ. പറഞ്ഞ ശരിയെന്നാ, ഈ ഏരിയയിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പരതി നോക്കി. ഒരെണ്ണം കൊള്ളാം. ഇവിടെ ചുമ്മാ അതല്ല ഓട്ടോ ഇവിടെ ഇട്ടിട്ട് ഓട്ടോ ഓടാതെ നടക്കുന്നില്ലേ? ആരടാ അത്? ഞാനോട് എന്റെ അടുത്തോടൊന്ന് പറ, ഞാനും ഒരു കണ്ടന്റ് ഉണ്ടാക്കട്ടാ. പിന്നെ പറയണം. പറയടാ മുത്തേ. ശർക്കര വേണോ? ശർക്കരയൊന്നും വേണ്ട. പറ. എനിക്കൊരു ചമ്മലെണ്ണ. മുത്തല്ലേടാ പറ. ആണോ? വേണ്ട, ഞാൻ പിന്നെ പറയാം. പറ മക്കളെ. പറയും. പറ. അല്ലേ വേണ്ട, പറയുന്നില്ല. കാണിച്ചു തരാം. കാണിച്ചു അണ്ണാ, നേരെ കിടക്കുന്ന റോഡ് കണ്ട അവിടെ റൈറ്റ്. മറ്റേ രമേശൻ കണ്ട്രാക്കിന്റെ വീട്. അത് ഷീലയുടെ വീടല്ലേടാ? ഷീലയുടെ ഭർത്താവാണല്ലേ രമേശൻ കണ്ട്രാക്കൻ. മോള് അവക്ക് ഇത് തന്നെ വേണം. ഷീലയുടെ വീടല്ല, പിന്നെ അതിന്റെ അപ്പുറത്തൊരു വീട് കണ്ട. അത് സുജാതയുടെ വീടല്ലേ? അവക്കും ഇത് തന്നെ വേണം. സുജാതയുടെ വീടും അല്ല. ഈ സുജാതയുടെ ഷീലയുടെ ഇടയിലൊരു വീട് കണ്ട. അതെന്റെ വീടല്ലേ? എനിക്ക് ഇത് തന്നെ. അതെന്റെ വീടല്ലേ? അണ്ണന്റെ വീട് തന്നെ. അണ്ണന്റെ മോള് ശില്പ. എന്റെ മോള് ശില്പയാ? അണ്ണനല്ലേ പറഞ്ഞത് ഈ നാട്ടിൽ മൊത്തം കുഴപ്പങ്ങളാണ്, പ്രശ്നങ്ങളാണെന്ന്. അപ്പൊ അണ്ണ ഒരിക്കലും അപവാദം പറയാൻ ചാൻസ് ഇല്ലാത്ത ഒരേ ഒരു കൊച്ച് അവള് മാത്രമാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോ തീരെ തെറ്റുമില്ല. അപ്പൊ ശില്പയെ തന്നെ ഞാൻ അങ്ങ് വളച്ച്. എങ്ങനെയുണ്ട്? പിന്നെ അണ്ണ മാമ കല്യാണത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാം കിടന്ന് ഓടാനും ഇതിനൊക്കെ. അപ്പൊ മാമ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച്, നമ്മുടെ കല്യാണത്തിന് മാമന്റെ അവിടെ നിന്ന് ഞാൻ ശർക്കര മേടിക്കുള്ളൂ. അപ്പം കല്യാണത്തിന് ഞാൻ വിളിക്കും. അപ്പൊ വരണേ, കേട്ടാ? ഓക്കെ. അപ്പൊ എന്റെ കടയിൽ നിന്ന് ശർക്കര മേടിച്ച് തന്നിട്ട് എനിക്ക് തന്നെ അടപ്രഥമം തന്നല്ലേ? ഈശ്വര, വേലിയിരുന്ന പാമ്പിനെ എടുത്താണല്ലോ ഞാൻ വേണ്ടാത്തടുത്ത് വെച്ചേ. ഡാന്നല്ല, മരുമോൻ. എല്ലാവർക്കും അറിയാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കിറ്റ് എല്ലാ നാട്ടിലും ഉണ്ടാവും. എല്ലാ നാട്ടിലും ഇതേപോലുള്ള ടീമുകൾ ഇപ്പോഴും ഉണ്ട്. ഈ ന്യൂ ജനറേഷൻ കാലഘട്ടം എല്ലാ നാട്ടിലല്ല, ജംഗ്ഷനിലും ഉണ്ടാവും. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ട്. ഇങ്ങനത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ട്. നിനക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയോ? ഞങ്ങൾക്ക് ജംഗ്ഷനും നാടുമൊക്കെ അറിയാം. പക്ഷെ ചില നാട്ടിലുണ്ടല്ലോ ഇത് ആരാന്ന് അറിഞ്ഞൂടാ. പക്ഷെ നിന്റെ നാട്ടില് നീയാണെന്നാണ് എല്ലാവരും. ചേച്ചി എടുത്ത് നോക്കിയ ചേച്ചി ബോംബെയിലുണ്ടോ ചെയ്ത് ആൾക്കാർ? പിന്നെ അവിടെ ഉണ്ടല്ലേ? പിന്നെ അമേരിക്കയിൽ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. അതിലാണ് പെണ്ണൊന്നുമില്ല. അതെ, ആര് വേണമെങ്കിൽ പാർട്ടാവാറുണ്ടോ പോയി കേൾക്കാനൊക്കെ? എനിക്ക് ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗോസിപ്പ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കേക്കുള്ള പറയോ ചേച്ചി? അല്ല, എനിക്ക് കേൾക്കാനാ ഇഷ്ടം. ഞാൻ കേട്ട കാര്യം പറയൂട്ടോ. ഞാൻ സത്യസന്ധതയുള്ളവളാ. ഞാൻ അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ അത് കൊടുക്കും. ഞാൻ കേട്ടുകൊണ്ടിരിക്കും, എന്നിട്ട് അവിടെ പറയാതെ വേറെ സ്ഥലത്ത് ഇടും. അത് ഭയങ്കര രസാ. അപ്പൊ അവരുടെ അറിവ് നമുക്ക് തരും. നിന്നെ ഉള്ളറിയാൻ വേണ്ടി പറഞ്ഞ ഞാൻ ഇപ്പോഴും പറയാണ്, ഈ സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞ കറക്റ്റ് വേർഡാണ്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ശൈലിയില് ദാറ്റ്സ് സോ ബിലീവബിൾ.
എന്ത് പറഞ്ഞ ഏത് ഏഷ്യനിയാണെങ്കിൽ ഒരു കോംപ്ലിമെന്റ് തന്നാൽ ആക്ച്വലി ചിലപ്പോൾ കുറച്ച് ഡൗട്ട്, പക്ഷെ ഏഷ്യനി മാസ്റ്ററാ നിങ്ങൾക്ക് കറക്റ്റ് ആണ്. എന്നാ അതിന്റെ പകുതി ക്രെഡിറ്റ് ഗ്രൂമറിലൂടെ കൊടുക്കേണ്ടി. അല്ല ഞാൻ പറയാണ്, നിങ്ങളുടെ ഈ ടീം സൂപ്പർ ടീമാണ് ഫ്രം സ്റ്റാർട്ട്. ആദ്യത്തെ ഈ വേദിയിൽ വന്ന് തൊട്ടിട്ട് തന്നെ നിങ്ങളുടെ ആശയങ്ങളാണെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും നിങ്ങളുടെ ആ ഒതുക്കം എല്ലാം എവറിത്തിങ് ഇസ് ടോപ്പ് ക്ലാസ്. നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ അല്ലേ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഗ്രൂം ചെയ്തിട്ട് വേറെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഏഷ്യനി മാസ്റ്റർ ഇല്ലേ? ജിഷോ ചേട്ടൻ ഒരു കയ്യടി എല്ലാവരും കൊടുക്കണം. കാര്യം സ്വന്തം ജീവിതമാണ് അയാൾ എടുത്ത് കൊടുത്തത്. ഒരുത്തരും ചെയ്യില്ല, നിങ്ങൾ ചെയ്യോ? ഒരു റൈറ്ററും ചെയ്യില്ല. അവന്റെ ജീവിതം സിനിമയാക്കാനുള്ള വാങ്ങിയോട് യഥാർത്ഥ റിയലിസ്റ്റിക് സ്കിറ്റ് എന്ന് പറഞ്ഞ ഇതാ. യഥാർത്ഥ റിയലിസ്റ്റിക്. വലിയ ബഹളങ്ങളില്ല, സൈലന്റ് ആയിട്ട് ഒന്നും കടിയടിക്കുന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈലന്റ് ആയിട്ട് നമുക്ക് ബാറ്ററിയും കൂടെ നോക്കാം. സൈലന്റ് ആക്കേണ്ടത് സൈലന്റ് ആയിട്ട് നോക്കാം. ബാ തിരിഞ്ഞു നോക്കി. സൈലന്റ് ആയിട്ട് വന്ന് വൈൽഡ് ആയിട്ട് 30,000 rupees നേടിയിരിക്കുകയാണ് ശ്വേത ചേച്ചി. യെസ് പ്ലീസ് ട്രാൻസ്ഫർ ദാറ്റ്. യെസ് പ്ലീസ്. സൈലന്റ് കില്ലേഴ്സിന്റെ അങ്ങനെ പരദോഷണോ നോണയം പറഞ്ഞു 30,000 രൂപ കിട്ടി. അതിന് വേണം ഒരു മിടുക്കല്ലേ? നമുക്കിനി അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ പൈസ കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിന്നാണ് ഈ കണ്ടന്റ് ഇതിന്റെ ഡയറക്ടർ അവർക്ക് കൊടുത്തത്. Cutie the Hand Wash Presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajkumari Group. തിരിച്ചു വരുമ്പോൾ ഇനി രസകരമായ മറ്റൊരു പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പരിപാടി എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മുടെ ഫ്ലോറിലേക്ക് വരാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ഒറ്റയാനാണ്. അതാണ് ഒറ്റയാൻ മീൻസ് ഒറ്റയ്ക്ക് വന്ന് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ളവൻ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ. അതെ. പക്ഷേ എനിക്കത് പറയുമ്പം നമുക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം കേൾക്കുമ്പോൾ കേരളത്തിന്റെ ഒരു വലിയ വിഭാഗം, കേരളത്തിന്റെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഒരു വിഭാഗമാണ്. ആരാണ്? Let me guess you. ഓണത്തിന് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി തരുന്ന ബിസിനസ്. അതെ. ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്. യെസ്. മായിൽ തുടങ്ങി ഇദ്യത്തിൽ അവസാനിക്കും. യെസ്. അപ്പൊ അത് തന്നെ. ഓക്കെ. ഒന്നുമില്ല, മദ്യപാനം. നമുക്ക് ഒരിക്കലും ഒരു പുതിയ മദ്യപാനികളാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. പ്രത്യേകിച്ച് എലീനയുടെ അച്ഛൻ അതിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് മദ്യപാനത്തിന് നീ എലീനയുടെ അച്ഛനെ മാത്രം പറഞ്ഞു, നീ എന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലടാ. സകല വാർഡിൽ നിപ്പാടിക്കുന്നതാണ് അവന്റെ സ്വഭാവം. കാസർഗോഡിന്റെ ബിവറേജിനെ പിടിച്ചു നിർത്തുന്ന എന്റെ അച്ഛനാണ്. അപ്പൊ എല്ലാവരുടെയും കുടുംബവുമായി ഇതിന് ബന്ധമുള്ള സ്ഥിതിക്ക് നമുക്ക് ആ സബ്ജക്റ്റുമായിട്ട് വേദിയിലേക്ക് വരാൻ പോകുന്നത് ആരാ? നെൽസൺ. ചേച്ചി പൊളിക്കല്ലേ? പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ഇറക്കി വിടുന്നു നെൽസൺ കോമഡി. ഡാഡി പ്രാർത്ഥിക്കാൻ എന്നും എല്ലാവർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾക്ക് അടിക്കാനും എന്നും ഓരോ കാരണമുണ്ട്. സന്തോഷം വരുമ്പോൾ നമ്മൾ ലാർജ് അടിക്കും, സങ്കടം വരുമ്പോൾ ഡബിൾ ലാർജ് അടിക്കും. പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ലൈഫ് ഇച്ചിരി ലാഗ് അടിച്ച അതും വരുന്നത് ഇതുപോലൊരു സ്മോൾ അടിക്കും. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം, ഇത്ര സത്യസന്ധമായിട്ട് വിൽക്കുന്ന വേറൊരു സാധനം ഇല്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് റെക്കോർഡ് വിൽപ്പനയാണ്. ഗിന്നസ് ബുക്കിലൊക്കെ ഉണ്ടല്ലോ ഈ റെക്കോർഡ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വറയിടാത്ത 2 ബുക്ക് വർഷാവർഷം ഗിന്നസുകാർ വാങ്ങിക്കേണ്ട വന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളത് ശ്രദ്ധിച്ചോളും. നമ്മളിപ്പം ഈ ആരെങ്കിലും നമ്മൾ കാശ് കടം ചോദിച്ചാൽ തരത്തില്ല, പക്ഷെ അടിക്കാൻ മുദ്ര ചോദിച്ചാൽ അതവന്മാർ തരും. ഉദാഹരണത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ വാതിക്കെ മരുന്ന് വാങ്ങിക്കാൻ 50 രൂപ ചോദിച്ചാൽ ആരും തരത്തില്ല. പക്ഷെ ബാറിന്റെ വാതിക്കെ പോയിട്ട് അടിക്കാൻ 500 രൂപ ചോദിച്ചാൽ കാശും തരും, കൂടെ ഒരു കമ്പനിയും തരും. ഇപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ കള്ള് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ കള്ളിനെ പറ്റി ഒരുപാട് കള്ളത്തരങ്ങൾ മാട്രിമോണിയൽ സൈറ്റിൽ എഴുതി വിടുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ നവീൻ, എന്റെ പൊന്നിച്ച് കല്യാണം കഴിക്കാത്ത നവീൻ, അവനവന്റെ മാട്രിമോണിയൽ പ്രൊഫൈൽ എഴുതി വെച്ചേക്കുവാണ് ടീ ടോട്ടലർ ആൻഡ് ദൈവഭയം ഉള്ളവൻ എന്ന്. ടീ ടോട്ടലറേ, അവൻ കള്ളിന്റെ ഗ്ലാസ് ചുണ്ടേന്ന് മാറ്റുന്ന സിഗരറ്റ് വലിക്കാനാ.
അവനാണ് ടീ ടോട്ടലർ. പിന്നെ ദൈവഭയം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നോ, അവന്റെ കുമ്പസാരം പേടിച്ച് 2 വികാരിയച്ഛന്മാരാ ഞങ്ങളുടെ ഇടവകയിൽ സ്ഥലം മാറി പോയത്. അവര് ദൈവഭയമല്ല, ദൈവമാണ് അവനെ ഭയന്ന് കിടക്കുന്നത്. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ കാരണവന്മാരെ കുറ്റം പറയുവാണെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഞങ്ങളുടെ വല്യപ്പന് കുടിയൊന്നുമില്ല. പുള്ളി നല്ല വലിയായിരുന്നു. വലി എന്ന് പറഞ്ഞു ഞാൻ അമ്മാതിരി വലി. അതായത് പുള്ളിന്റെ വലി കണ്ട് ഞാൻ 4 ശ്വാസകോശം പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 65 വയസ്സ് വരെ ഓടി നടന്നു വലിച്ചു. അവസാനത്തെ 5 വർഷം കിടന്നു വലിച്ചു. പക്ഷെ എന്റെ അപ്പന്റെ ജനറേഷനിലേക്ക് ഒന്നും ഇതൊന്നുമല്ല. അദ്ദേഹം വലിയൊന്നുമില്ല. അദ്ദേഹം കുടിച്ച് സർക്കാരിന് സംഭാവന തരുന്ന ആരായിരുന്നു. ഒരു ദിവസം കൂലിപ്പണി കഴിഞ്ഞ് നട്ടപ്പാതിലേക്ക് ബസ് ഇറങ്ങി കവല നോക്കുമ്പം ഇരുട്ടത്ത് ഒരു സ്റ്റീൽ പാത്രം ഇരിക്കുന്നു. 6 സ്റ്റീൽ പാത്രം കൊണ്ടുവച്ച ഒറ്റ ചവിട്ടി ഓട്ടിയിട്ട് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ വികാരിച്ചനും കമ്മിറ്റിക്കാരും വീട്ടിൽ വന്നപ്പോഴാണ് അത് സ്റ്റീൽ പാത്രമല്ല, ഇടവകക്കാർ പുതിയതായിട്ട് വെച്ച നേർച്ചപ്പെട്ടിയാണ്. അപ്പം ചവിട്ടി ചളിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ബാബ അച്ഛനൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ ആ കമ്മിറ്റിക്കാരൻ ചേട്ടൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അപ്പനെ ചേർത്ത് നിർത്തി പറഞ്ഞു, തോമസേ തന്തില്ലത്തരം കാണിക്കുവാണ് തലേന്ന് പറയണം. അങ്ങനെയാണ് നേർച്ചപ്പെട്ടിയുടെ അനാശ്ചാദനം ഞങ്ങൾ ഒരു ദിവസം കൂടെ വൈകിപ്പിച്ചേനെന്ന്. പക്ഷെ ഞാൻ അപ്പനെ കുറ്റം പറയത്തില്ല. കാരണം കള്ളു കുടിച്ചാൽ നമ്മൾ കുറച്ച് കുരുത്തൊക്കെ അടക്കം കാണിക്കണം. സത്യ സാധാരണ കള്ളു കുടിച്ചാൽ ചിലർ പാട്ട് പാടും, ചിലര് ഡാൻസ് കളിക്കും, ചിലര് IELTS പഠിക്കാതെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വരെ പഠിക്കും. കാരണം നമ്മൾ കുടിച്ചത് കള്ളാണ്, അല്ലാതെ കഞ്ഞിവെള്ളമല്ല. ഇപ്പൊ മഴ പെയ്യും, അതായത് ചിലരുണ്ട് അതിലെ നിങ്ങൾക്ക് അറിയാം, അർജുനൊക്കെ പ്രത്യേകിച്ച് അറിയായിരിക്കും. ചിലർ കുടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ മഴ പെയ്യാൻ നേരത്തെ കടച്ചെണ്ണ കയറി ചേട്ടന്മാർ നിൽക്കുന്ന നനയാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ. അതായത് മഴ തീരുമ്പോ അവരും ഇറങ്ങിപ്പോവും, കുപ്പി തീരുമ്പം ഇവരും ഇറങ്ങിപ്പോവും. അതായത് കുപ്പിക്കകത്ത് ഇച്ചിരിയെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സ്വന്തം അമ്മ ആശുപത്രിയിലാന്ന് പറഞ്ഞ് ഫോൺ പറഞ്ഞാലും ഇവന്മാര് പോകത്തില്ല, അവിടെ ഇരിക്കും തീരുന്നിടം വരെ. എന്നാ കുപ്പിയുടെ സാധനം തീർന്ന അടുത്ത സെക്കൻഡ് അവന്മാർ അപ്പൊ തന്നെ ഇറങ്ങി വീട്ടിലോട്ട്. ഈ പ്രണയമില്ലേ, പ്രണയത്തിൽ ടച്ചിങ് എത്ര പ്രധാനമാണോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വെള്ളവടിയിലെ ടച്ചിങ്സ്. അത് ചിലരുണ്ട് വെള്ളമടിക്കുമ്പോൾ ടച്ചിങ്സ് എടുക്കും, വേറെ ചിലമാരുണ്ട് ടച്ചിങ്സ് തിന്നാൻ വേണ്ടി വെള്ളം അടിക്കും. ഇത് രണ്ടും പോട്ടെന്ന് നോക്കാം. വേറൊരു ഐറ്റം ഉണ്ട്, കള്ള് കൈ കൊണ്ട് ഓരോ ടച്ചിങ്സ് മാത്രം തിന്നാൻ വേണ്ടി നമ്മുടെ കൂടെ കിട്ടിയിരിക്കും. അമാരെ നിങ്ങൾ വിശ്വസിക്കരുത്. അതായത് 5 പേർക്ക് തിന്നേണ്ട അച്ചാറൊക്കെ ഇവന്മാരുടെ അടുത്ത് വെച്ചാൽ ആവിയായി പോകും. ഈ മിച്ചറിട്ട് വെച്ചേക്കുന്ന പത്രക്കടലാസില്ലേ, അതുവരെ ഇവന്മാർ തിന്നു തീർക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാനുള്ളത്, അഖിലേ, നമ്മളൊക്കെ 2 അടിച്ചോണ്ടിരിക്കുമ്പോ 2 സ്ഥലം ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കും, 2 കപ്പലുണ്ട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച പോലെ സ്വാതന്ത്ര്യമായിട്ട് 2 അടിക്കാൻ ഇവന്മാരെയും ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ഈ സോഷ്യൽ മീഡിയയിലെ ചില കള്ളുകുടിയെ പറ്റി ഉപദേശിക്കുന്ന ചില ചേട്ടന്മാരുണ്ട്, ക്ലാസ് എടുക്കും. നമുക്ക് നല്ല തടിച്ചിട്ട് വണ്ണമുള്ള മസിലൊക്കെ ഉള്ള ചേട്ടന്മാർ ക്ലാസ് എടുക്കും. അവർ പറയുന്നത് ഇത് ഹെൽത്തിയാണ്. എപ്പം ഇതിന്റെ കൂടെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളോടി ഹെൽത്തിയാണെന്ന് അവർ പറഞ്ഞു, വിഷമല്ലെന്നാ. ഇവരുടെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ വയറ്റിൽ ചെന്നിട്ട് ഈ കരളിന്റെ വാതൊക്കെ ഒരു കസേരയിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ മദ്യം ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുമ്പോ വീട്ടിൽ പോടാ 251% സെയിൽസ് ടാക്സ് കുടിച്ച് കള്ളു കുടിക്കുന്നവരാണ് നമ്മള്. നമ്മളോട്, എനിക്കടക്കമുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ സയൻസ് പരീക്ഷയ്ക്ക് 1 മാർക്കിന് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ലിവറിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ നമ്മുടെ ലിക്കറിനെ തള്ളിപ്പറയും. വേറെ നിവൃത്തിയില്ല. അടിച്ചു വഴുത്ത എന്റെ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞു എന്താണെന്നറിയോ, കുടിച്ചാ നീ മരിക്കുന്ന, ഇനി കുപ്പി കണ്ട നീ മരിക്കുന്ന. എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അടി നിർത്തണമെന്ന്. പക്ഷെ എന്നാ ചെയ്യണം, സർക്കാർ എന്റെ പ്രോത്സാഹനം. സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ 6ാം തമ്പുരാനുള്ള ജഗന്നാഥന്റെ ആറ്റിറ്റ്യൂഡാ. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരുത്തനും ഈ കേരള കണിമംഗലം പുറത്തു പോകും. സർക്കാരിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കിഫ്ബി കൊടുക്കുന്നതിലും കൂടുതൽ ഫണ്ട് നമ്മൾ കുടിയന്മാർ കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന് ഈ നാട്ടിൽ കാണുന്ന റോഡുകളും പാലങ്ങളും ഇല്ലേ, മിന്നിത്തിളങ്ങുന്ന റോഡുകളും പാലുകളും എല്ലാം നമ്മളെ അടിച്ചു പഴുത്ത ചങ്കും കരളുമാണ്. ചങ്കും കരളും ഇതൊന്നും പോരാഞ്ഞിട്ട് ബാറിന്റെ സമയം 11 മണിയിൽ നിന്ന് 12 മണിയാക്കിയേക്കുക. അതായത് ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഇന്ന് ഓവർ ടൈം പണി എടുത്തോണ്ടിരിക്കുക. നമ്മൾ കുടിയന്മാരുടെ അവസ്ഥ ആരും മനസ്സിലാക്കാൻ. ഇതെല്ലാം സഹിക്കാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കുടിയൻ എന്നുള്ള വിളിയാ ബാക്കി. എന്നാ പെണ്ണുങ്ങൾ കുടിക്കത്തില്ലേ അല്ലേ? ശ്രുതി പെണ്ണുങ്ങൾ തന്നെ കുടിക്കത്തില്ലേ? കുടിക്കുന്നവരുണ്ട്. ഈ കാര്യത്തിൽ മാത്രം കുടിയത്തി എന്ന് പറയത്തില്ല. സ്ത്രീ സമത്വം ഈ ഒരു കാര്യത്തിൽ ആർക്കും വേണ്ട, ബാക്കി എല്ലാത്തിനും വേണം. പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ പ്രകൃതിയിൽ പോലും ശ്രദ്ധിച്ചാൽ കേരളത്തിന്റെ പ്രകൃതി പോലും കുടിയന്മാർക്ക് അനുകൂലമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കി, രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ചാറ്റൽ മഴ, മഞ്ഞ്,
പ്രകൃതിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കല്ലെടുക്കാൻ വേണ്ടി കൊടം കമിഴ്ത്തി വെച്ചേക്കുന്ന തെങ്ങ്, പനയോല, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വിടുന്ന പരൽ മീനുകൾ, പള്ളത്തികൾ, ടച്ചിങ്സിന് ബെസ്റ്റാ. നല്ല ആൽക്കഹോളിക് പ്രകൃതി. ആരായാലും രണ്ടെണ്ണം അടിച്ചു. അമ്മാതിരി ക്ലൈമറ്റാ കേരളത്തിന്റെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടിക്കാതെ വീട്ടിൽ ഇരിക്കാന്ന് വെച്ചാലോ അതും പറ്റത്തില്ല. ഇപ്പം വൈറ്റില്ല മെട്രോയുടെയൊക്കെ താഴെ തന്നെ ബിവറേജ് തുറന്നു വെച്ചേക്കുക. അവിടുന്ന് ഞാനൊരു കുപ്പി വാങ്ങിച്ച് പുറത്തോട്ടിറങ്ങുന്നത് അച്ചാറ് കട. ഒരു അച്ചാറ് വാങ്ങിച്ച് ആ കക്ഷത്തിലും കുപ്പി ഈ കക്ഷത്തിലും നേരെ എസ്കലേറ്ററെ കയറി മോളിൽ ചെന്ന് കഴിയുമ്പോൾ AC മെട്രോ. ഈ കുപ്പിയും പിടിച്ച് വീട്ടിൽ ചെന്നിറങ്ങി സുഖമായിട്ട് ആരെങ്കിലും വീട്ടിൽ ഇരുന്ന് രണ്ടെണ്ണം അടിച്ചു പോകത്തില്ലേ? അതാണ് കാലാവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് അടിയെല്ലാം നിർത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങി. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്. പുള്ളി കോട്ടൊക്കെ ഇട്ട് ടൈ ഒക്കെ ഇട്ട് പറഞ്ഞു, നെൽസ നീ മദ്യപിക്കരുത്, മദ്യപിച്ചാൽ നിന്റെ ഓറ പോകുന്നു. മദ്യപിച്ച് ചെയ്യുമ്പോ എന്റെ ഈ ഉടുതുണി കഴിഞ്ഞു പോയാൽ എനിക്ക് കുഴപ്പമില്ല, പിന്നെ ആ ഓറ. അയലോക്കത്തെ ഡോക്ടർ എന്നോട് പറയണേ, എന്റെ പൊന്നു നെൽസ മോനെ നീ കുടിക്കല, നിനക്ക് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ബീച്ചിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി, റിലാക്സേഷൻ കിട്ടുന്നു. ഞാൻ ഒരാഴ്ച കുടിക്കാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചെറായി ബീച്ചിൽ പോയി റെസ്റ്റ് എടുത്തു. തിരമാല വന്ന് പാറയിൽ അടിക്കുന്നു, പതഞ്ഞ് മുട്ടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ബിയർ ഓർമ്മ വന്നു. അപ്പൊ തന്നെ 2 വാങ്ങിച്ചു. 3 മാസം മുമ്പ് ഞാനും എന്റെ കൂട്ടുകാരെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് കുടി നിർത്തി കേട്ടോ. ഗ്രൂപ്പായിട്ട് കുടി നിർത്തിയിട്ട് ഞങ്ങൾ ആ പൈസ സേവ് ചെയ്ത് ആ കാശിന് ആലപ്പുഴയിൽ നമ്മുടെ ഹൗസ് ബോട്ട് എടുത്ത് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടെ തണുത്ത കള്ള് കിട്ടുന്ന ഒരു ഷാപ്പ് ഉണ്ടെന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോ ബോട്ടിലെ തൊഴിലാളികൾ ഞങ്ങൾ ഓട്ടോ പിടിച്ച് വീട്ടിൽ കൊണ്ട് നാക്കുക. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരും ഉണ്ട്. അതായത് സർക്കാരിനെ ഞാൻ കുറെ ആയിരിക്കാൻ പറ്റത്തില്ല. കാരണം മദ്യവർജനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ സർക്കാർ പോലും 1,000 ബാർ ഓപ്പൺ ചെയ്ത നാടായത്. പിന്നെ ആരെ കുറ്റം പറയാനാ? എല്ലാം പഠനം നോക്കാം. ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും കോമഡി മാസ്റ്റേഴ്സ് പറയാന്ന് വെച്ചാലോ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ ആൺകാരുടെ അപ്പനാണ് ഇവിടുത്തെ കുടിയന്മാരുടെ പ്രസിഡന്റ്. ആരോട് പറയാൻ? കറക്റ്റ് സ്ഥലത്താ ഞാൻ വന്ന് പെട്ടേക്കുന്നത്. കറക്റ്റ് സ്ഥലത്ത്, ബെസ്റ്റ് പ്ലേസ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് എനിക്കറിയാം ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ. മദ്യവർജനം വേണോ വേണ്ടയോ? കാരണം ഇത് അളവിലടിക്കുന്നവരുണ്ട്, അലമ്പായിട്ട് അടിക്കുന്നവരും ഉണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിലെയൊക്കെ ഉണ്ടല്ലോ ഈ കാരണവന്മാരെ കള്ളു കുടിച്ച് വിശേഷ ദിവസങ്ങൾ അലമുണ്ടാക്കുന്നത് കണ്ടിട്ട് ക്രിസ്മസും പള്ളിപ്പെരുന്നാളും എന്റെ പൊന്നെ വന്നേക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചൊരു ബാല്യമായിരുന്നു എനിക്കുള്ളത്. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഈ മദ്യവർജനം പടിപടിയായിട്ടെങ്കിലും പയ്യെ കേട്ടോ, എനിക്ക് തിരക്കൊന്നുമില്ല, പടിപടിയായിട്ടെങ്കിലും നടപ്പാക്കുന്നതാണ് നല്ലത്. കാരണം സർക്കാരിന് ഇതുകൊണ്ടുണ്ടാകുന്ന ലാഭത്തിന്റെ ഇരട്ടി നഷ്ടം സമൂഹത്തിന് ഇതുകൊണ്ടുണ്ട്. ഇപ്പൊ നമ്മളറിയാം ഓപ്പറേഷൻ തൂഫാൻ, മാരക ലഹരിക്കെതിരെയുള്ള നർക്കോട്ടിക് ഹണ്ട്, അതൊക്കെ ഇനി വരും തലമുറകൾ പോലും ഓർത്തിരിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ രക്ഷിക്കുന്ന പടിപടിയായിട്ട് മദ്യനിരോധനം നടപ്പിലാക്കുന്ന ഒരു മൂവ്മെന്റ് സർക്കാരിൽ നിന്നും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ജവാൻ ജയ് കിസാൻ. ജയ് കിസാൻ. ഓക്കെ, ജവാൻ ഏതാണ്? ഇതൊക്കെ ഒരു കൃഷിയല്ലേ? സൂപ്പർ നെൽസൺ, സൂപ്പർ. തുടക്കന്നെ നമ്മളെ ആ നേരെ ബാറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി. പിന്നെ അഫ്കോഴ്സ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ അഖിൽ, കുട്ടി അഖിലിന് മാത്രമേ എന്തെങ്കിലും ഇതിനെ പറ്റി കുറച്ച് ആഴത്തിൽ ഇറങ്ങി പറയാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞു വന്നപ്പോഴേ ബാക്കിയിരിക്കുന്നവരെല്ലാം മാന്യന്മാര്. അല്ല, ഞാൻ എന്നെ പറ്റിയേ പറയുള്ളൂ. പിന്നെ അത് ചേച്ചിയില്ല. ചേച്ചി ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ച ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിനും സമത്വമുണ്ട്. കറക്റ്റ് നെൽസൺ എന്നത് പറഞ്ഞു. എനിക്ക് 100 ചുവപ്പ് ചുംബനങ്ങൾ. മദ്യപിച്ച ആണുങ്ങൾ നടന്ന അവര് കുടിയന്മാർ. ഈ നാട്ടിൽ പെണ്ണുങ്ങൾ കുടിക്കുന്നുണ്ട്. അവരെ എന്തുകൊണ്ട് കുടിയത്തിന്ന് വിളിക്കുന്നില്ല? അല്ല, ഈ ബിവറേജിൽ ക്യൂവിൽ അങ്ങനെ പെണ്ണുങ്ങൾ അധികം കാണാറില്ല. ആര് പറഞ്ഞു? ബിവറേജിൽ ക്യൂല് പെമ്പിളരെ കാണാനല്ല, നീ ആ വൈറ്റിലെ ഹബിന്റെ താഴെ വാ. വൈറ്റിലെ ഹബിന്റെ താഴെ, അതായത് തറയിൽ ചോറിട്ടുണ്ടാം ആ രീതിയിൽ തിളക്കമുള്ള ടൈൽസ് ഒക്കെ ഇട്ട് നമ്മൾ അമേരിക്കയിലും ദുബായിലും മാത്രം കാണുന്ന രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ് പ്രകൃതിയിലുള്ള ഒരു ബിവറേജ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കിയാൽ നീ കാണുന്ന എന്താണെന്നറിയാം? 150 ആൺപിള്ളേരുണ്ടെങ്കിൽ 40 പെമ്പിള്ളേരെ അവിടെ കാണും. ആരെ വായി നോക്കാനാണ് പോയത്? ആരെ വായിക്കണോ? സാധനം എടുക്കാൻ പോയി. അതിനകത്താണ് ഇപ്പൊ പെമ്പിള്ളേരും ആമ്പിള്ളേരും വന്നിട്ട് സംസാരിക്കുന്നത്. പാർക്കാണത്. എന്താ മേയായി? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പേര് വരാത്തതിന്റെ സംസാരിക്കുന്നത് നിന്റെ അച്ഛന്റെ മനസ്സിലായി. അല്ല, അപ്പന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു പേര് വരാത്തതിന്റെ ഒരു റീസൺ, എന്റെ അപ്പൻ എപ്പോഴും റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ റോട്ടിലടിച്ച് നടക്കുന്നതിനല്ല. അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഒരു എന്താ പറയുന്നത്, ഒരു പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ കൂടുതലും കാണുന്നത് പുരുഷന്മാരായിരിക്കാം ഈ വെള്ളം അടിച്ച് കിടക്കുന്നതോ അല്ലെങ്കിൽ ഭാര്യമാരെ എടുത്ത് തല്ലുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നത് കൂടുതൽ കേൾക്കുന്നത്. കേരളത്തിന്റെ പല വീട്ടിൽ നിന്നും പുറത്തേക്ക് കേൾക്കാത്ത ആണുങ്ങളുടെ ശബ്ദം പല വീട്ടിലും വീട്ടമ്മമാര് തലകുത്തിനെടുത്ത് ചെരവയ്ക്ക് തല ചേട്ടന്മാരുണ്ട്. പക്ഷെ എന്താ കുടിച്ചിട്ട്? പക്ഷെ ഒരു ആണുങ്ങളും
ഒരാണുങ്ങളും ഇന്നേ വരെ അത് പുറത്തു പറഞ്ഞില്ല. ഇവിടെ ഭയങ്കര ചിരി. ആറ് ഭാര്യയാടാ മക്കളെ, അടിക്കുന്നത്. എന്താടാ നിങ്ങൾ കെട്ടിയിട്ടില്ല? നിങ്ങൾ ഗേൾഫ്രണ്ട്സ് എങ്ങനെ അടിക്കാറുണ്ടോ? നിങ്ങൾ വളരെ ന്യൂനപക്ഷമായ സ്ത്രീകളുടെ രോദനം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒരു ബഹുഭൂരിപക്ഷം പുരുഷന്മാർ ഇപ്പോഴും വീട്ടുതടങ്ങളിൽ കിടന്ന് അടികൊള്ളുന്നുണ്ട് അറിയാം. അങ്ങനെ പറയട്ടെ. പിന്നല്ലാതെ അല്ലേ മക്കളെ? അനുഭവത്തിൽ നിന്ന് പറയുകയാണെ ഓക്കെ ശരി സമ്മതിച്ചു. അല്ല ചേട്ടാ, അവള് പറഞ്ഞ ഭയങ്കര കറക്റ്റ് ആണ്. നിങ്ങൾ റോഡ് സൈഡില് എത്ര പെണ്ണുങ്ങള് മദ്യപിച്ച് ബോധം കെട്ടി കിടക്കുന്നുണ്ടാവും, പക്ഷെ അതേസമയം എത്ര ആണുങ്ങളെ നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. പണ്ടായിപ്പോ ഇപ്പോഴൊന്നും അറിയാമോ? വീട്ടിലടിച്ച് വീട്ടിൽ കിടക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ ചേച്ചി? എന്താ അത് നമുക്കൊക്കെ അടിച്ചിട്ട് റോഡ് വരെ എത്താമെങ്കിലും കാലം ഉറക്കലുണ്ട്. മറ്റവർക്ക് ഇറങ്ങാൻ പറ്റണില്ല. എവിടെ ഇരുന്ന് അടിക്കുന്നോ അവിടെ കിടക്കാണ്. നെൽസാ പറയുന്നോണ്ടും തോന്നില്ല. എന്തോ പറഞ്ഞു എന്റെ ഈ സ്റ്റാൻഡപ്പ് കണ്ടപ്പോ രണ്ടെണ്ണം അടിക്കാൻ തോന്നുന്നു. അതെന്താ പറയാ, ഇപ്പോഴത്തെ കാലാവസ്ഥ വരെ നന്നായിട്ട് വർണ്ണിച്ച് അത് നമ്മള് എന്താ പറയാ, ആൾക്കാരിപ്പോ കാണുന്ന പ്രേക്ഷകർക്ക് വരെ തോന്നിണ്ടാവും ഒന്ന് പക്ഷെ ഇതൊരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയടിക്ക് എപ്പോഴും ഇങ്ങനെ കള്ളു കുടിച്ച് എല്ലാ ദിവസവും കള്ളു കുടിച്ച് ആരോഗ്യം കളയാതെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈലൊക്കെ കാണുന്ന പോലെ അപ്പറ്റൈസർ പോലെ വല്ലപ്പോഴും ഇടയ്ക്ക് 1 or 2 അടിക്കുക. മാന്യമായിട്ട് വീട്ടിലിരിക്കുക. ഭാര്യമാരെ എടുത്ത് തല്ലാല്ല, പിള്ളേരുടെ അടുത്തത് എന്താ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനത്തെ രീതിയിൽ പോയി മറ്റൊരു നമ്മുടെ മെഡൽ ഓബ്ലാങ്കെട്ടിക്ക് കിക്ക് കിട്ടുന്നിടം വരെ ചെയ്യാതെ അത് മാന്യമായിട്ട് രീതിയിൽ ബാക്കിയല്ല ഓക്കെ, പക്ഷെ യൂറോപ്യൻ കൾച്ചർ സംസ്കാരം വിട്ടിട്ട് നമുക്കൊന്നും വേണ്ട. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. തന്നെ അതിനൊരു വലിയൊരു കൈയ്യടി തീർച്ചയായിട്ടും. ബിക്കോസ് നമ്മൾ പറയില്ലേ, അതിപ്പോ വരാൻ പോണ, ബിക്കോസ് എനിക്കൊരു മോളുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് വരാൻ പോണ കുട്ടികൾക്ക് ഒരു വലിയൊരു നമ്മളൊരു നല്ലൊരു ഹെൽത്തി ലൈഫ് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ സർക്കാരുമായി തന്ന ഒരു പദ്ധതികൾ എന്തായാലും ആക്റ്റീവ് ആയേ പറ്റും. അതേപോലെ നെൽസൺ പറഞ്ഞ പോലെ അതേ രീതിയിൽ നമ്മുടെ കുടിയന്മാർക്കും വേണ്ടി ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാർ ഇറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറയുന്നത് അത്യാവശ്യമില്ല, പതുക്കെ അത്യാവശ്യമില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ പെർഫോമൻസ് ആണ്. നേരത്തെ നമ്മൾ എന്താ പറയുന്നത്, 2 ടീമുകളുടെ സ്കിറ്റും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇനി 2 ടീമുകൾ ഒരുമിച്ച് ഇവിടെ പെർഫോം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നാട്യധ്വനി ഫ്രം കൊല്ലം ആൻഡ് കളരി ക്ഷേത്ര ഫ്രം ട്രിവാൻഡ്രം.
and Natyadhwani from Trivandrum and Kollam. Yes. Super blend. നല്ലൊരു ഇങ്ങനത്തെ ഒരു നമ്മൾ യൂഷ്വലി കളറി ഡാൻസ് കാണാറുണ്ട്, പിന്നെ ക്ലാസിക്കൽ ഡാൻസ് സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് എ മിക്സ്ചർ. ബ്യൂട്ടിഫുൾ, നല്ല ബ്ലെൻഡ് ആയിരുന്നു. ആരാ ഇത് ഈ ചെറിയ വാവ? ആരാണ്? എന്താ പേര്? വേദക്കുട്ടി. വേദക്കുട്ടി ഏത് ക്ലാസ്സിലാ? 4th സ്റ്റാൻഡേർഡ്. 4th സ്റ്റാൻഡേർഡിലാണോ? പെൺകുട്ടിയായിരുന്നോ? ഞാനും ആണെന്ന് വിചാരിച്ചിരിക്കും. ആണോ? ഈ പെർഫോമൻസിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് പീസ് വന്ന പോലെ ചോക്ലേറ്റ്. അതെ അതെ. എനിക്കിത് കണ്ടപ്പോഴേ ശ്രീവിദ്യയുടെ ഡാൻസ് പരിപാടിയാണ് ഓർമ്മ വന്നത്. അതിലും ഇതുപോലെ കളറിപ്പെട്ടു. പക്ഷെ നാട്ടുകാരാണ് കേറി പറഞ്ഞത് ഇതുപോലെ പിള്ളേരുടെ കേറി വന്ന് പിന്നെ ഞാൻ അതൊക്കെ വെച്ച് തടുത്താണ് ഇവിടെ വരെ ഞാൻ എത്തിയത്. ഇത് ആരാ ഇങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തത്? ആരാണ് ഈ ഇങ്ങനെ ഒരു പോർഷൻ കൊറിയോഗ്രാഫി ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്റെ ഹസ്ബൻഡ് ഇവിടെ പെർഫോമറാണ്, ശ്രീരാജ് പാറക്കിലാണ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ സന്ദീപ് സാറിനെ കോൾ ചെയ്തിരുന്നു. അപ്പം സാറും വന്നിട്ട് സാറ് കളരിയുടെ പാർട്ട് സാറും നമ്മുടെ ക്ലാസിക്കൽ ഭരതനാട്യത്തിന്റെ പാർട്ട് ഞങ്ങളുമായിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തത്, ഞങ്ങളുടെ ഐഡിയയിൽ വെച്ചിട്ട്. അങ്ങനെ പക്ഷെ കൊറിയോഗ്രാഫി ആ ഒരു ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്ര അടിപൊളി കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് ഈ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഗോപിക. ഗോപിക ഇവിടെ ഒന്ന് ഹായ് എന്ന് കാണിച്ചേ, കാരണം ഇതിൽ ഏതാ ഗോപിക എന്നുള്ളത് എല്ലാരും ഒന്ന് അറിയട്ടെ. ഗോപിക, ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു. അപ്പൊ ചേച്ചി, ഇത് നമുക്കൊന്ന് ആഘോഷമാക്കണം. അതിന്റെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്താലോ? പിന്നെ കൊടുക്കാം ചേച്ചി, നമുക്ക് പോവാം. ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? So Cutie the hand wash ഇന്നത്തെ മെയിൻ goes to Natyadhwani കൊല്ലം and Kalari Kshetra Trivandrum. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഗോപിക, ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. അപ്പോൾ നമ്മുടെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നിങ്ങളുടെ ഫുൾ ടീമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് കുഞ്ഞ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കണ്ടതില്. ആൻഡ് ഷീസ് വെരി പ്രിറ്റി, ലെറ്റ് മീ ടെൽ യു കേട്ടോ. ആ ചിരിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഗുസ്തിയൊക്കെ കാണിച്ച് പോയെങ്കിലും ഉണ്ടല്ലോ, കാണാൻ ഭയങ്കര ക്യൂട്ടാ. സ്കൂളിൽ എല്ലാരും പേടിച്ചാണോ കുഞ്ഞിനോട് വർത്താനം പറയുന്നേ? ഇല്ലില്ല, ഫുൾ ഫൺ ഫൺ ഫൺ. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ ഫ്ലോറിൽ വെച്ചും അല്ലാണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും നിങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗൈസ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അടുത്ത എപ്പിസോഡ് വീണ്ടും വരും. അതുവരെയ്ക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.